Good morning, dear students. Once again, welcome to Engineering Graphics video class. In last class, we have gone through projections. Projections എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിലുള്ള ഒരു വസ്തുവിനെ ഒരു പോയിന്റ് ആകാം, ഒരു ലൈൻ ആകാം, ഒരു പ്ലെയിൻ ആകാം, ഒരു ഒബ്ജക്റ്റ് ആകാം, അതിനെ വേറൊരു തലത്തിലേക്ക് പതിപ്പിക്കുന്ന ആ പ്രോസസ്, അതാണ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബോഡി ഇപ്പൊ പ്ലെയിൻ ആണ്, ഇതിന്റെ എല്ലാ എൻഡ് പോയിന്റിൽ നിന്നും ഒരു തലത്തിലേക്ക് ഇമാജിനറി ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് പാരലൽ ആയിരിക്കണം. ആ ലൈൻസ് എല്ലാം പാരലൽ ആയിരിക്കണം. കൂടാതെ ആ വരയ്ക്കുന്ന തലത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇപ്പൊ ഈ ഒരു പെൻ ഉണ്ടെങ്കിൽ പെന്നിന്റെ എല്ലാ പോയിന്റിൽ നിന്നും ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പാരലൽ ആയിട്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ ലൈനെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ്, ആ വ്യൂവിനെയാണ് പ്രൊജക്ഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പൊ എപ്പോഴും ഈ ഒബ്ജക്റ്റ് സ്പേസിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ വ്യൂവർ എപ്പോഴും ഈ ഭാഗത്തുനിന്നും മുകൾ ഭാഗത്തു നിന്നായിരിക്കും നോക്കുക. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പിടിച്ചു. അപ്പൊ നിങ്ങളാണ് വ്യൂവർ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, മുകളിൽ നോക്കുമ്പോൾ ഒരു വൃത്തമായിരിക്കും കിട്ടുക ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ അതിന്റെ പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ടുഡേ we will discuss the projection of point in second, third and fourth quadrant. രണ്ടാമത്തെ ക്വാഡ്രന്റില്, മൂന്നാമത്തെ ക്വാഡ്രന്റില്, നാലാമത്തെ ക്വാഡ്രന്റില് പോയിന്റ് പല സിറ്റുവേഷനിൽ അല്ലെ പല പൊസിഷൻസിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെ വരയ്ക്കുന്നു, that we will be discussing. Okay, here quadrants, തലങ്ങൾ, horizontal plane and vertical plane is drawn here, and common XY line, reference line, common ആയിട്ടുള്ള റെഫറൻസ് ലൈനും വരച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള വരച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിൽ സപ്പോസ് എ പോയിന്റ് Q is behind VP and above HP. Behind VP means 30 mm behind VP and 40 mm above HP. ഒരു പോയിന്റ് നിൽക്കുകയാണ് 30 മില്ലിമീറ്റർ പുറകിലും 40 മില്ലിമീറ്റർ ഉയരത്തിലും, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉയരത്തിലും. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെ വരയ്ക്കും? അപ്പൊ അത് നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ അതിൽ വ്യൂവർ, ഇവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നത്, ഒബ്സർവർ നോക്കുന്നത്. അതേപോലെ മുകളിൽ നിന്നും നോക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ Q എന്നുള്ള ഒബ്ജക്റ്റ് ഇവിടെ ഈ പ്രൊജക്ഷൻ ഈ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് തോന്നും. The observer will feel that the object is here on the plane, vertical plane, and that view is called front view. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Q ഡാഷ്, ഏത് ലെറ്റർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ആ പോയിന്റിനെ, അതിന്റെ സ്മോൾ ലെറ്റർ ഡാഷ് ഇട്ട് എഴുതും. ക്ലിയർ? Then secondly, top view. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടെ ഹൊറിസോണ്ടൽ തലത്തിൽ നിൽക്കുന്നതായിട്ടും തോന്നും. That is denoted by Q. Okay. Now ഇത് 3 ഡയമെൻഷനിലാണ് നമുക്ക് ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻസ് കിട്ടിയിരിക്കുന്നത്. That is Q is situated behind VP at a distance 30 mm and above HP at a distance 40 mm. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് Q ഡാഷ് എന്നുള്ള പ്രൊജക്ഷൻ VP യിലും Q എന്നുള്ള പ്രൊജക്ഷൻ HP യിലും കിട്ടും. ഇനി നമ്മുടെ അസംഷൻസ് പ്രകാരം ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോ ഇത് ഇങ്ങോട്ടും വരുന്നു. അപ്പോൾ ഈ Q എന്നുള്ള പോയിന്റ് ഇവിടെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ വരുന്നു. Q ഡാഷ് അവിടെ തന്നെ ഉണ്ട്. സോ ഫസ്റ്റ് ഡ്രോ an XY ലൈൻ, റഫറൻസ് ലൈൻ വരയ്ക്കണം. ഫസ്റ്റ് ഡ്രോ
the XY line. At any point, first draw the front view. ആദ്യം ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. That is Q dash. Q dashന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 40 മില്ലിമീറ്റർ അകലത്തിലാണ്. അതായത് ഈ ഡിസ്റ്റൻസ് 40 മില്ലിമീറ്റർ അകലത്തിലാണ് Q dash നിൽക്കുന്നത്. So mark a point at a distance 40 millimeter from XY. Q dash 40 മില്ലിമീറ്റർ അകലത്തിൽ Q dash മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റ് 30 മില്ലിമീറ്റർ, Q എന്നുള്ള അകലം 30 ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 30 ഇവിടെ താഴെ ആയിരിക്കും വരിക. സോ അറ്റ് എ ഡിസ്റ്റൻസ് 30 മാർക്ക് അനദർ പോയിന്റ് Q ആൻഡ് ഓൾസോ മാർക്ക് ദ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഒന്ന് 40 ഒന്ന് 30, 30 മില്ലിമീറ്റർ ആൻഡ് 40 മില്ലിമീറ്റർ. മില്ലിമീറ്റർ അതായത് Q എന്നുള്ള പോയിന്റ് 30 മില്ലിമീറ്റർ പുറകിലാണ്, 40 മില്ലിമീറ്റർ HP നിന്ന് ഉയരത്തിലാണ്. സോ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മുകളിൽ തന്നെ വരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇതിന്റെ രണ്ട് വ്യൂവും, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സെക്കൻഡ് ക്വാർട്ടറിലാണ് ഒബ്ജക്ട് നിൽക്കുന്നതെങ്കിൽ പോയിന്റ് നിൽക്കുന്നതെങ്കിൽ എബവ് XY ലൈൻ ആയിരിക്കും കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫ്രണ്ട് വ്യൂ XY ലൈനിന് മുകളിലും ടോപ്പ് വ്യൂ XY ലൈനിന് താഴെയാണ്. ഇനി തേർഡ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്ട് നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വ്യൂ കിട്ടുക നോക്കാം. സപ്പോസ് എ പോയിന്റ് R is situated in third quadrant such that it is behind VP at a distance of 20 mm and below HP at a distance of 30 millimeter. 30 millimeter താഴെയും അല്ലെങ്കിൽ 40 ആയിക്കോട്ടെ, 40 millimeter താഴെയും ഇതൊരു 30 millimeter പുറകിലാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാ വരിക? ആറിൽ നിന്ന് നേരെ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ 6 ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ദാറ്റ് ഈസ് R dash. അതേപോലെ മുകളിൽ നോക്കുന്ന ആൾക്ക് ഈ 6 ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ദാറ്റ് ഈസ് R. R is at a depth of 40 millimeter from horizontal plane and behind 30 mm from vertical plane. 30 മില്ലിമീറ്റർ പുറകിലും 40 മില്ലിമീറ്റർ താഴ്ചയിലാണ്, മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് R നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻ 3 ഡയമെൻഷനിൽ ഇങ്ങനെ വരച്ചു. ഇനി നമ്മുടെ അസംഷൻ പ്രകാരം ഹൊറിസോണ്ടൽ പ്ലെയിനും രണ്ട് സൈഡിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു. ഇവിടെ ക്ലോക്ക് വൈസ് തിരിച്ചു, ഇവിടെ ക്ലോക്ക് വൈസ് തിരിച്ചു. അപ്പൊ ഈ R ഡാഷ് അവിടെ തന്നെ നിന്നു, ഈ പോയിന്റ് അവിടെ തന്നെ നിൽക്കുന്നു. R എന്നുള്ള പോയിന്റ് ഈ തലം ഇങ്ങോട്ടേക്ക് വരും, അപ്പൊ ഇവിടെ ആയിട്ട് വരും, നേരെ ഇതിന്റെ മുകളിലായിട്ട് വരും. ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 30 ആയിരിക്കും. ഈ R ഡാഷിന്റെ ഈ XY എന്നുള്ള ഹൈറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. അപ്പൊ XY ലൈൻ വരച്ചു. XY ലൈൻ വരച്ച ശേഷം ആദ്യമേ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ദാറ്റ് ഈസ് R ഡാഷ്. അത് 40 മില്ലിമീറ്റർ താഴ്ചയില് R ഡാഷ് മാർക്ക് ചെയ്യുക. 40 മില്ലിമീറ്റർ ഡിസ്റ്റൻസ്. അതിന്റെ നേരെ 30 മില്ലിമീറ്റർ ഉയരത്തിലായിട്ട് R മാർക്ക് ചെയ്യുക. 30 മില്ലിമീറ്റർ R മാർക്ക് ചെയ്യും. ബിക്കോസ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നതാണ്. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നതാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ മുകളിലേക്ക് വന്നു. അപ്പൊ R എന്നുള്ള സംഗതി ഇവിടെ മുകളിലേക്ക് വന്നു, ഇവിടെ R ആയി. അപ്പൊ ഇവിടെ R, ഈ ഡിസ്റ്റൻസ് 30. ഇത് താഴെ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ താഴെ 40 മില്ലിമീറ്റർ മാറിയിട്ടാണ് R ഡാഷ് കിട്ടുക. അപ്പൊ അത് ഡയമെൻഷൻ ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് ഈസ് 40 ആൻഡ് ദിസ് ഈസ് 30. ഡയമെൻഷൻസ് മാർക്ക് ചെയ്യും. This is 40. This is 30.
ഓക്കെ, അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് നിന്ന് കഴിഞ്ഞാലുള്ള ആ പോയിന്റ് ആണ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ വരച്ചത്. ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ, നാലാമത്തെ ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ PQRS എന്നുള്ള പോയിന്റ് ഇവിടെ നിൽക്കുന്നു, such that it is below HP and in front of VP. അപ്പൊ 40 മില്ലിമീറ്റർ മുൻപിൽ ആണ് ഈ എസ് എന്ന് വിചാരിക്കുക. അതേപോലെ 50 മില്ലിമീറ്റർ താഴ്ചയിലാണ്, 50 മില്ലിമീറ്റർ താഴ്ചയിലും എസ് എന്നുള്ള പോയിന്റ് 50 മില്ലിമീറ്റർ താഴ്ചയിലും 40 മില്ലിമീറ്റർ മുൻപിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഈ എസ് ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ, എസ് ഡാഷ് ഇവിടെ കിട്ടുന്നതായിട്ട് തോന്നും. അതേപോലെ എസ് എന്നുള്ള ടോപ്പ് വ്യൂ ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മൾ XY ലൈൻ വരച്ചിട്ട് എന്നിട്ട് ഇത് അസംപ്ഷൻ പ്രകാരം ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ എസ് എന്നുള്ളത് ഇങ്ങോട്ട് തന്നെ വരും, ഇവിടെ തന്നെ വരും. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ പറഞ്ഞത് നമ്മള്? ഇവിടെ നിന്ന് 40 മില്ലിമീറ്റർ, ഇത് 50 മില്ലിമീറ്റർ ആണെങ്കിൽ 40 മില്ലിമീറ്റർ അകലത്തിലെ എസ് എന്നുള്ള പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് 50 മില്ലിമീറ്റർ ബിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അത്രയും ഡിസ്റ്റൻസ് ഇവിടെ എസ് വരും. ഈ ഡെപ്ത് എസ് ഡാഷ് എന്നുള്ളത് 50 വരും. ഇവിടെ നിന്ന് 50, ഈ ഭാഗത്ത് നിന്ന് 50 വരും. സോ മാർക്ക് എ പോയിന്റ് എസ് ഡാഷ്. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ ആണ് വരേണ്ടത്. ഫ്രണ്ട് വ്യൂ എസ് ഡാഷ് എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. അറ്റ് എ ഡിസ്റ്റൻസ് 50 മില്ലിമീറ്റർ, അതായത് 50 മില്ലിമീറ്റർ താഴ്ചയിലാണ് നിൽക്കുന്നത്. 40 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് മുകളിലേക്കല്ല, താഴെ വീണ്ടും ഈ എസ് എന്നുള്ള താഴേക്ക് തന്നെയാണ് വരുന്നത്. എസ് മാർക്ക് എസ് അറ്റ് എ ഡിസ്റ്റൻസ് എസ്. 40 മില്ലിമീറ്റർ അകലത്തിൽ എസ് മാർക്ക് ചെയ്യുക. ഇനി അതിനെ ഡയമെൻഷൻ ചെയ്യണം. എസ് മാർക്ക് ചെയ്തു, എസ് ഡാഷ് മാർക്ക് ചെയ്തു. എസ് ഡാഷ് 50 മില്ലിമീറ്ററും എസ് എന്നുള്ളത് 40 മില്ലിമീറ്റർ അകലത്തിലും. ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. ഇത് 50 മില്ലിമീറ്റർ ആൻഡ് ദിസ് ഇസ് 40 മില്ലിമീറ്റർ. അപ്പോ ഫോർത്ത് ക്വാഡ്രന്റിൽ 40 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് VP, 50 മില്ലിമീറ്റർ ബിലോ HP ആയിട്ടുള്ള ഒരു പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ ഇവിടെ വരച്ചത്. അപ്പൊ അതിൽ എന്താ മനസ്സിലായി? ഫോർത്ത് ക്വാഡ്രന്റിലെ ഒരു പോയിന്റ് എവിടെ നിന്നാലും അതിന്റെ വ്യൂസ്, രണ്ട് വ്യൂവും ബിലോ XY ലൈൻ ആയിരിക്കും കിട്ടുക എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊരു കേസ്, ഈ പോയിന്റ് XY എന്നുള്ള പോയിന്റിലാണ് PQRS T എന്നുള്ള പോയിന്റ് XY എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ, ഫസ്റ്റ് ക്വാഡ്രന്റില് XY റെഫറൻസ് ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ, when observer views from here T dash എന്നുള്ളത് ഇവിടെ തന്നെ കിട്ടും. മുകളിൽ നോക്കുമ്പോൾ T എന്നുള്ളത് അവിടെ തന്നെ കിട്ടും. T എന്നുള്ള അവിടെ സെയിം പോയിന്റ് കിട്ടും. സോ the projection will be marked like this, T dash T. ആദ്യം ഫ്രണ്ട് വ്യൂ എഴുതും, പിന്നെ ടോപ്പ് വ്യൂ. അപ്പൊ XY ലൈനിൽ ഒബ്ജക്റ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ രണ്ട് വ്യൂവും കിട്ടും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് U എന്നുള്ള പോയിന്റ് which is lying on horizontal plane and in front of VP at a distance of 40 mm. 40 മില്ലിമീറ്റർ VP-യിൽ നിന്ന് മുൻപിലോട്ട് മാറി HP-യിലാണ് നിൽക്കുന്നതെങ്കിൽ, ആ പോയിന്റ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് U എന്നുള്ള പോയിന്റ് ഇവിടെ U ഡാഷ് ഫ്രണ്ട് വ്യൂ അവിടെ കിട്ടുന്നതായിട്ട്, XY ലൈനിനോട് ചേർന്ന് കിട്ടുന്നതായിട്ട് തോന്നും. മുകളിൽ നോക്കുമ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ U, ടോപ്പ് വ്യൂ ഇവിടെയും കിട്ടും. സോ
അതിന്റെ ഡിസ്റ്റൻസ് 40 ആണ്. അപ്പൊ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. യു ഡാഷ് വരച്ചു. എന്നിട്ട് 40 മില്ലിമീറ്റർ താഴെയായിട്ട് 40 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് താഴെയായിട്ട് അതിന്റെ ടോപ്പ് വ്യൂ 40 മില്ലിമീറ്റർ താഴെയായിട്ട് ടോപ്പ് വ്യൂവും കിട്ടും. യു ഡാഷ്. അപ്പൊ എച്ച് പിയില് ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റ് എന്ന് കഴിഞ്ഞാൽ യു എന്നുള്ള പോയിന്റ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ വിൽ ബി ഒബ്റ്റൈൻഡ് ഓൺ XY line and top view will be below XY line. Suppose another point V എന്നുള്ള പോയിന്റ് vertical plane ലാണ് and at a distance of 50 mm above HP 50 മില്ലിമീറ്റർ HP യിൽ നിന്ന് 50 മില്ലിമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ V ഡാഷ് VP തന്നെ കിട്ടും. Top view will be obtained on here V on XY. അപ്പൊ ചെയ്യേണ്ടത് അതിന്റെ വ്യൂസ് വരയ്ക്കാനായിട്ട് 50 മില്ലിമീറ്റർ ഉയരത്തിൽ ടോപ്പ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. 50 മില്ലിമീറ്റർ ഉയരത്തിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. and mark it as V dash. ഇവിടെ V എന്ന് മാർക്ക് ചെയ്യുക. ടോപ്പ് വ്യൂ അല്ലെങ്കിൽ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ XY ലൈനിലായിരിക്കും നിൽക്കുക. ഓക്കെ. അപ്പൊ നമ്മള് ഓരോ സമയത്തും ഓരോ ഒബ്ജക്റ്റ് എവിടേക്ക് നിൽക്കുന്നു അനുസരിച്ചിട്ട് അതിന്റെ വ്യൂസിന്റെ പൊസിഷൻ മാറും. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നതെങ്കിൽ നിൽക്കുകയാണെങ്കിൽ സപ്പോസ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതായിട്ട് ആ ഒബ്സർവർക്ക് തോന്നാം P എന്നുള്ള പോയിന്റ് ഇവിടെ നിൽക്കുന്ന P ഡാഷ് ഇവിടെ വരും. അതേ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ സ്മോൾ p വിൽ ബി ഹിയർ. അപ്പൊ അത് വരയ്ക്കുമ്പോൾ ഇവിടെയാണ് കിട്ടുക. ഫ്രണ്ട് വ്യൂ P ഇവിടെയും ടോപ്പ് വ്യൂ ഇവിടെയും. അപ്പൊ ഫ്രണ്ട് വ്യൂവിനെ P ഡാഷ് എന്ന് മാർക്ക് ചെയ്യും, ടോപ്പ് വ്യൂവിനെ P എന്ന് മാർക്ക് ചെയ്യും. അപ്പോ XY ലൈനിന്റെ മുകളില് ഫ്രണ്ട് വ്യൂവും താഴെ പിയും. സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ രണ്ട് വ്യൂസും XY ലൈനിന്റെ മുകളില്. തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ XYക്ക് താഴെയും ടോപ്പ് വ്യൂ XYക്ക് മുകളിലും. ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ രണ്ട് വ്യൂസും താഴെ. ഇനി സെയിം പോയിന്റ് XYയും ഇത് തന്നെയാണ് T എന്നുള്ള പോയിന്റ് എങ്കിൽ T ഡാഷും Tയും അവിടെ തന്നെ കിട്ടും. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് U എന്നെങ്കിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി ഒബ്റ്റൈൻഡ് ഓൺ XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. ഇനി വെർട്ടിക്കൽ പ്ലെയിനിലാണ് V എന്നുള്ള പോയിന്റ് എങ്കിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി അബവ് XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ഓൺ XY ലൈൻ. അപ്പൊ നമുക്കത് കൺക്ലൂഷൻ ആയിട്ട് ഈ പോയിന്റ്സ് ഒന്ന് കുറിച്ച് വെക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ when the point is in first quadrant front view will be above XY line, top view will be below XY line. Clear? രണ്ടാമത്തേത് when point is in second quadrant, both views will be above XY line. Okay. മൂന്നാമത്തെ കേസ് third quadrant when the point is in third quadrant, front view will be below XY line. Front view will be below XY line
top view will be above XY line. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണ്. When point is in fourth quadrant, both views will be below XY line. അപ്പൊ 4 കേസും നമ്മൾ എഴുതി. ഫസ്റ്റ് ക്വാഡ്രന്റില്, സെക്കൻഡ് ക്വാഡ്രന്റില്, തേർഡ് ക്വാഡ്രന്റില്, ഫോർത്ത് ക്വാഡ്രന്റില്. നെക്സ്റ്റ് സ്പെഷ്യൽ കേസ്, when point is on XY line, both views will be on XY line. രണ്ട് വ്യൂവും XY ലൈനിലായിരിക്കും, ടിയും ടി ഡാഷും. Then when point is on HP and in front of VP, HP ലാണ്, in front of VP ആണെങ്കിൽ, then front view will be on XY and top view will be below XY. Next, when point is on VP and above HP, then front view will be above XY line and top view on XY line. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ XY ലൈനിന് മുകളിലും ടോപ്പ് വ്യൂ XYക്ക് താഴെയും. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ട് വ്യൂവും XYക്ക് മുകളിൽ. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ XY ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ട് വ്യൂസും XY ലൈനിന് താഴെ. ഓക്കെ, then പോയിന്റ് XY ലൈനിലാണെങ്കിൽ, XY എന്നുള്ള പോയിന്റിലാണ് അല്ലെ ആ റെഫറൻസ് ലൈനിലാണ് പോയിന്റ് നിൽക്കുന്നതെങ്കിൽ രണ്ട് വ്യൂസും, ഫ്രണ്ട് വ്യൂസ് ടോപ്പ് വ്യൂവും XY തന്നെ ആയിരിക്കും. then പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആണ് നിൽക്കുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് VP, വെർട്ടിക്കൽ പ്ലെയിന് മുൻപിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ വ്യൂ, ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ when point is on HP and in front of VP, the front view will be on XY line and top view will be below XY line. Okay, then point VP ലാണ് നിൽക്കുന്നത്, above HP ആണെങ്കിൽ front view will be above XY line and top view will be on XY line. ഇത് മറക്കരുത്, ഇത് കാണാതെ മനസ്സിലാക്കി പഠിക്കണം. XY ലൈനിൽ എവിടെയൊക്കെ പോയിന്റ്സ് വരുന്നത് അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, നൗ റൈറ്റ് എ ക്വസ്റ്റ്യൻ. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ഫോളോയിങ് പോയിന്റ്സ് ഓൺ സെയിം റെഫറൻസ് ലൈൻ, കീപ്പിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ projections distance between projections as 20 mm. ഒരു കോമൺ ആയിട്ടുള്ള റെഫറൻസ് ലൈൻ വരച്ചിട്ട് ഈ കണ്ടീഷൻസ് പ്രകാരം പോയിന്റ്സ് നിൽക്കുന്ന അവസ്ഥയിൽ അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുക. ഓരോ പ്രൊജക്ഷന്റെ ഇടയിലും 20 മില്ലിമീറ്റർ ഗ്യാപ്പ് വിടണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A is 20 mm
in front of VP and 30 mm above HP. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്ലെയിൻ. പ്ലെയിൻ ഇതാണ്. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ദിസ് ഇസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് വെർട്ടിക്കൽ പ്ലെയിൻ. എ എന്നുള്ള പോയിന്റ് 20 mm ഇൻ ഫ്രണ്ട് ആൻഡ് 30 mm എബവ്. അപ്പൊ ഇവിടെയാണ് എന്ന് വിചാരിക്കാൻ എ എന്നുള്ള പോയിന്റ് 20 മില്ലിമീറ്റർ മുൻപിൽ, ഇത് 20, ഇത് 30, എബവ് 30 mm എബവ് HP. അങ്ങനെയാണ് അതിന്റെ പോയിന്റ്സ് വരയ്ക്കണം. രണ്ടാമത്തെ ബി ഈസ് ഓൺ HP ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ബി എന്നുള്ള പോയിന്റ് 25 മില്ലിമീറ്റർ മുൻപിലാണ്, VP യുടെ മുൻപിലാണ് and on HP. C is on VP and 30 mm above VP. C എന്നുള്ള പോയിന്റ് 30 മില്ലിമീറ്റർ മുകളിലായിട്ട്, HP ക്ക് മുകളിലായിട്ട് VP യിലാണ് നിൽക്കുന്നത്. Then D is on XY. ഇവിടെയാണ് D എന്നുള്ള പോയിന്റ് നിൽക്കുന്നത്. Okay. Then E is 25 mm behind VP and 35 mm above HP. ഇവിടെയാണ് E എന്നുള്ള പോയിന്റ് 25 mm behind VP and 35 mm above HP. Then F is 30 mm behind VP. F എന്നുള്ള പോയിന്റ് 30 mm behind VP and 20 mm below. ഇവിടെ നിന്നുള്ള അകലം 30 ആണ്, 20 mm താഴ്ചയിലാണ് നിൽക്കുന്നത്. Then G is 35 mm. G എന്നുള്ള പോയിന്റ് 35 mm in front of VP. മുൻപിൽ 35 മില്ലിമീറ്റർ, VP യിൽ തള്ളിയും 20 mm ബിലോ HP ആണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഒരൊറ്റ കോമൺ റഫറൻസ് ലൈനിൽ പ്രൊജക്ഷൻസ് വരയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ കോമൺ റഫറൻസ് ലൈൻ XY കോമൺ റഫറൻസ് ലൈൻ വരയ്ക്കുക. ഇനി ഫസ്റ്റ് കേസ് നോക്കുക. എ എന്നുള്ള പോയിന്റ് 20 mm ഇൻ ഫ്രണ്ട് ആൻഡ് 30 mm എബവ് HP. 20 മില്ലിമീറ്റർ മുമ്പില് 30 mm HP. അപ്പൊ ഇവിടെ നോക്കുന്ന ഒരാൾക്ക് 30 മില്ലിമീറ്റർ ഇവിടെ ആയിട്ട് എ ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടും. 30 മില്ലിമീറ്റർ XY ൽ നിന്ന് മുകളിലായിട്ട്. അതേപോലെ മുകളിൽ നോക്കുമ്പോൾ 20 മില്ലിമീറ്റർ XY ൽ അകലത്തില് എ എന്നുള്ള ടോപ്പ് വ്യൂ കിട്ടും. ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ എന്നുള്ള ടോപ്പ് വ്യൂ താഴെ പോകും. അപ്പൊ ഫസ്റ്റ് ഡ്രോ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എത്രയാണ് വേണ്ടത്? 30 mm ഹൈറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡ്രോ എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 mm, ദാറ്റ് ഈസ് എ ഡാഷ്. ആൻഡ് സെയിം ലൈനിൽ താഴെ 20 mm താഴെയായിട്ട് എ എന്നും മാർക്ക് ചെയ്യുക. എ ഡാഷ് വിൽ ബി ദ ഫ്രണ്ട് വ്യൂ ആൻഡ് എ വിൽ ബി ദി ടോപ്പ് വ്യൂ. എന്ന് പറഞ്ഞാൽ എ എന്നുള്ള പോയിന്റ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എ ഡാഷ് കിട്ടും. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതേപോലെ മുകളിൽ നോക്കുന്ന സമയത്ത് എ എന്നുള്ള പോയിന്റ് ഇവിടെ കിട്ടും. അതിന്റെ അകലം വെർട്ടിക്കൽ പ്ലെയിന് 20 എന്ന് തന്നിട്ടുണ്ട്. അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എന്നുള്ള താഴെ വരും. ഇത് 30 mm മുകളിലാണ് എ ഡാഷ്, 20 mm താഴെ. അതാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഇനി അത് ഡയമെൻഷൻ ചെയ്യണം. എ ഡാഷിന്റെ അകലം, എയുടെ അകലം XY ലൈനിൽ നിന്ന് കോമൺ ആയിട്ട് ലൈൻ വരച്ചിട്ട് XY ലൈനിൽ വരച്ചിട്ട് അവിടെ എ ഡാഷും എയും മാർക്ക് ചെയ്തു, ഡയമെൻഷൻ ചെയ്തു. ദിസ് ഇസ് 20 mm and this is 30 mm. This is the projection of required point A. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നിരിക്കുന്ന പ്രകാരം പോയിന്റിന്റെ എയുടെ പ്രൊജക്ഷൻ ആണ്. അടുത്തത് B is on HP and 25 mm in front of VP. അപ്പൊ എയുടെ കേസ് കഴിഞ്ഞു. എ ഞാൻ മായ്ച്ചു കളയാണ്. എയുടെ കേസ് കഴിഞ്ഞു. ഇനി ബി എന്നുള്ള പോയിന്റ് ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുന്നു ആൻഡ് 25 mm in front of VP. ഈ VP യിൽ നിന്ന് 25 മില്ലിമീറ്റർ ഇങ്ങോട്ട് തള്ളിയിട്ടാണ് എന്നാൽ HP യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ബി എന്നുള്ള പോയിന്റ് ഇവിടെ ബി ഡാഷ് ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. അതേപോലെ മുകളിൽ നോക്കുമ്പോൾ അവിടെ തന്നെ ആ പോയിന്റിൽ തന്നെ ബി എന്നുള്ള പോയിന്റും കിട്ടും. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബി ഡാഷ് എന്നുള്ള പോയിന്റ് XY യിൽ തന്നെ നിൽക്കും. ബി എന്നുള്ള പോയിന്റ് ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണോ തള്ളി നിൽക്കുന്നത് അത്രയും ഡിസ്റ്റൻസ് താഴെ
ദാറ്റ് ഈസ് 25 mm താഴെയായിട്ട് ബി എന്നുള്ള പോയിന്റ് കിട്ടും. 25 mm below we will get the point B, that is top view. മാർക്ക് ചെയ്യുക, ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. 25 mm. That is B dash ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നത്, എന്നാൽ വെർട്ടിക്കൽ പ്ലെയിനിൽ 25 മില്ലിമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ XY യിൽ കിട്ടുന്നതായിട്ട് തോന്നും, ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ എന്നാൽ XY യിൽ നിന്ന് 25 മില്ലിമീറ്റർ മാറിയിട്ട് കിട്ടുന്നതായിട്ട് ഒബ്സർവർക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻ XY യിൽ നിന്ന് 25 മില്ലിമീറ്റർ താഴെ ആയിട്ട് വരയ്ക്കും. അടുത്ത കേസിൽ C is on VP. അപ്പൊ ബിയുടെ കേസ് ഞാൻ മായ്ക്കുന്നു. C is on VP, വെർട്ടിക്കൽ പ്ലെയിനിലാണ്, എന്നാൽ 30 മില്ലിമീറ്റർ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഉയരത്തിലാണ്. അപ്പം ഫ്രണ്ടിൽ കൂടി നോക്കുന്ന ആൾക്ക്, ഇവിടെ നോക്കുന്ന ആൾക്ക് അവിടെ തന്നെ C ഡാഷ് ഫ്രണ്ട് വ്യൂ കാണാം. മുകളിൽ നോക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ C എന്നുള്ള പോയിന്റ് കിട്ടും. XY യിൽ C എന്നുള്ള പോയിന്റ് അവിടെ കാണാൻ പറ്റും. ടോപ്പ് വ്യൂ, ഫ്രണ്ട് view will be obtained on vertical plane and top view will be on XY line. അപ്പോൾ XY ലൈനിൽ C എന്നുള്ള പോയിന്റ് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുക. ഇനി 30 മില്ലിമീറ്റർ മുകളിലായിട്ട് ഫ്രണ്ട് വ്യൂ that is C dash, mark the dimension. 30. C എന്നുള്ള പോയിന്റ് ഇവിടെ C dash C. നോട്ടാൽ C വെർട്ടിക്കൽ പ്ലെയിനിലാണ് നിൽക്കുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 30 മില്ലിമീറ്റർ ഉയരത്തിൽ. ഇനി നാലാമത്തെ കേസിൽ D is on XY. അപ്പൊ സിയുടെ കേസിൽ മായ്ച്ചോളയാം. D is on XY ലൈൻ, രണ്ടും മീറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും മീറ്റ് ചെയ്യുന്ന റഫറൻസ് ലൈനിലാണ് D എന്നുള്ള പോയിന്റ് നിൽക്കുന്നത്. സോ അവിടെ തന്നെ D ഡാഷ്, ഇവിടെ നോക്കുന്ന ആൾക്ക് D ഡാഷ് അവിടെ തന്നെ കാണും, മുകളിൽ നോക്കുന്ന ആൾക്ക് D ടോപ്പ് വ്യൂ അവിടെ തന്നെ കാണും. സോ മാർക്ക് D ഡാഷ് ആൻഡ് D on XY itself. XY യിൽ തന്നെ D ഡാഷും D യും മാർക്ക് ചെയ്യുക. നാലാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം. അഞ്ചാമത്തെ കേസിൽ E is 25 mm behind VP and 35 mm above HP. അപ്പൊ D യുടെ കേസ് ഞാൻ മായ്ച്ചു കളയുന്നു. E എന്നുള്ള പോയിന്റ് 25 mm behind, വെർട്ടിക്കൽ പ്ലെയിനിൽ പുറകിലാണ് നിൽക്കുന്നത്, and 35 mm above HP. അപ്പൊ ഫ്രണ്ടിൽ കൂടി നോക്കുമ്പോൾ E ഡാഷ് എന്ന പോയിന്റ് ഇവിടെ നിൽക്കുന്നതായിട്ട് ഒബ്സർവർക്ക് തോന്നും, മുകളിൽ കൂടി നോക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടെ എടുക്കുന്നതായിട്ട് തോന്നും. ഇത് 25 മില്ലിമീറ്റർ, ഇത് 30 മില്ലിമീറ്റർ. ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ E എന്നുള്ള പോയിന്റ് ഇതിന്റെ മുകളിൽ വരും, E ഡാഷ് അവിടെ നിൽക്കും. E ഡാഷിന്റെ ഹൈറ്റ് അല്ല, E ഡാഷ് എന്ന് പറഞ്ഞാൽ 35 മില്ലിമീറ്റർ എബവ്. ഇത് E ഡാഷ് ആണ് മുകളിൽ നിൽക്കുക, ഇത് 35 മില്ലിമീറ്റർ ആണ്, ഇത് 25 മില്ലിമീറ്റർ ആണ്. സോ ഫസ്റ്റ് ഡ്രോ ഫ്രണ്ട് വ്യൂ 35 mm above E dash, 35 mm above HP. എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ടും വെർട്ടിക്കൽ പ്ലെയിൻ അവിടെ തന്നെ നിൽക്കും, E ഡാഷ് അവിടെ തന്നെ, അതായത് 35 mm XY യിൽ നിന്ന് അല്ലെങ്കിൽ HP യിൽ നിന്ന് മുകളിലാണ് നിൽക്കുന്നത്, 25 mm പിറകിലാണ്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് 25 ആണ്, അത് ഇവിടെ വരും, E എന്നുള്ള പോയിന്റ് ഇവിടെ കിട്ടും. സോ മാർക്ക് അറ്റ് 25 E. 25 എന്നുള്ള ഡിസ്റ്റൻസിൽ E മാർക്ക് ചെയ്യാം. അതിനെയും ഡയമെൻഷൻ ചെയ്യണം. 25 and 35. എന്ന് പറഞ്ഞാൽ E എന്നുള്ള പോയിന്റ് 35 മില്ലിമീറ്റർ ഉയരത്തിലും 25 മില്ലിമീറ്റർ പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി ആറാമത്തെ കണ്ടീഷൻ, F എന്നുള്ള പോയിന്റ് 30 mm ബിഹൈൻഡ് ആൻഡ് 20 mm ബിലോ. അപ്പൊ ഈയുടെ കേസ് ഞാൻ മായ്ച്ചു കളയാണ്. F എന്നുള്ള പോയിന്റ് 30 mm ബിഹൈൻഡ് ആൻഡ് 20 mm ബിലോ. ഈ ഡിസ്റ്റൻസ് 30, ഈ ഡിസ്റ്റൻസ് 20, പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് F ഡാഷ് ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും,
അതുപോലെ എഫ് എന്നുള്ളത് ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ഈ ഡിസ്റ്റൻസ് ആണ് 30, ഈ ഡിസ്റ്റൻസ് 20. ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് എന്നുള്ള പോയിന്റ് മുകളിലും കിട്ടും, എഫ് ഡാഷ് എന്നുള്ളത് താഴെയും കിട്ടും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 താഴെയാണ് എഫ് ഡാഷ് കിട്ടുക. ഈ ഡിസ്റ്റൻസ് 20 താഴെ എന്ന് പറഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എഫ് നിൽക്കുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ഡിസ്റ്റൻസിലാണ്, താഴെയാണ് എഫ് നിൽക്കുന്നത്. അതുപോലെ 30 ഡിസ്റ്റൻസ് പുറകിലാണ് നിൽക്കുന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂവില് നമുക്ക് കിട്ടുക ഈ 20 mm താഴെയാണ് ഈ എഫ് ഡാഷ് കിട്ടുക. സോ ബിലോ XY ലൈൻ മാർക്ക് എ പോയിന്റ് എഫ് ഡാഷ് അറ്റ് എ ഡിസ്റ്റൻസ് 20 mm എഫ് ഡാഷ്. ഇനി എഫ് എന്നുള്ള പോയിന്റ് കിട്ടുക 30 mm ഇവിടെയാണ് കിട്ടുന്നത്. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ മുകളിൽ 30. അപ്പൊ ടോപ്പ് വ്യൂ മുകളിലായിട്ടും കിട്ടും 30 mm. ടോപ്പ് വ്യൂ വിൽ ബി 30 mm. എന്നിട്ട് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ദിസ് ഈസ് 30 mm. ദിസ് ഈസ് 20 mm. എഫ് എന്നുള്ള പോയിന്റ്. ഇത് ടോപ്പ് വ്യൂ ആൻഡ് ദിസ് ഈസ് ഫ്രണ്ട് വ്യൂ. ദ ലാസ്റ്റ് വൺ 35 mm. അപ്പൊ ഞാൻ ഈ ഇത് മായ്ച്ചു കളയുന്നു, എഫ് എന്നുള്ള കണ്ടീഷൻ മായ്ച്ചു കളയുന്നു. ലാസ്റ്റ് പോയിന്റ് ജി എന്നുള്ള പോയിന്റ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ ഡിസ്റ്റൻസ് അതായത് വി പിയിൽ നിന്നുള്ള അകലം 35 ആണ്. Then 20 mm ബിലോ, ഈ ഡിസ്റ്റൻസ് 20 ആണ്. അപ്പൊ ഇവിടെ നോക്കുന്ന ഒരാൾക്ക് ജി ഡാഷ് കിട്ടും. ഓക്കെ, അതായത് XYയിൽ നിന്ന് 20 mm താഴെയായിട്ട് ജി ഡാഷ് കിട്ടും. ഇവിടെ നിന്ന് മുകളിൽ നോക്കുന്ന ആൾക്ക് ഇവിടെ ജി എന്ന് കിട്ടും. അതായത് 35 mm വെർട്ടിക്കൽ പ്ലെയിനിന് മുൻപിലായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ജി എന്നുള്ള പോയിന്റ് ടോപ്പ് വ്യൂ ആയിട്ട് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ അറ്റ് എ ഡെപ്ത് ഓഫ് 20 mm ഫ്രം HP ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് VP at a distance of 35 mm. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജി എന്നുള്ള പോയിന്റും ജി ഡാഷ് എന്നുള്ള പോയിന്റും ഒരേ ഡയറക്ഷനിൽ താഴെ കിട്ടും, XYക്ക് താഴെ കിട്ടും. ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ ജി ഡാഷ് കിട്ടുന്നത് 20 mm ഡെപ്തിലാണ്. അപ്പൊ സോ മാർക്ക് എ പോയിന്റ് ജി ഡാഷ് at a distance 20 mm from XY. ഇനി ജി എന്നുള്ള പോയിന്റ് കിട്ടുന്ന 35 mm VP-യിൽ നിന്നാണ്, അല്ലെങ്കിൽ XY ലൈനിലാണ്. VP-യിൽ നിന്ന് 35 mm അകലത്തിലാണ്. അപ്പൊ XYയിൽ നിന്ന് 35 mm അകലത്തിൽ. അപ്പൊ ഒന്നുകൂടി 15 mm കൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ജി. അതാണ് അതിന്റെ ടോപ്പ് വ്യൂ. അപ്പൊ രണ്ടിനും ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. 35. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കോമൺ ആയിട്ട് റെഫറൻസ് ലൈൻ വരച്ചിട്ട് ഈ വ്യൂസ് അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഓരോ പോയിന്റിന്റെയും. അപ്പൊ ഇത് തമ്മിലുള്ള അകലം, ഓരോ പോയിന്റ് തമ്മിലുള്ള അകലം, 20 mm ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ആ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എബവ് XY ആൻഡ് ടോപ്പ് വ്യൂ ബിലോ XY. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എബവ് XY. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ബിലോ XY ആൻഡ് ടോപ്പ് വ്യൂ എബവ് XY. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ട് വ്യൂവും ബിലോ XY. പിന്നെ കണ്ടീഷൻസ് അനുസരിച്ച് ഓരോ പ്ലെയിനിലാണ് നിൽക്കുന്നതെങ്കിൽ ഫ്രണ്ട് ആണോ ഇൻ ഫ്രണ്ട് ബാക്ക് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ദെൻ ട്രാൻസ്പെയറന്റ് ആണ്, ഇതെല്ലാം ഓർത്തിരിക്കണം. പോയിന്റ്സ് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഞാൻ തന്നിട്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.